ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുഞ്ഞു കുഞ്ഞ് കുതിരകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു തേരുകളും ഈ കാണുന്ന ആൾക്കൂട്ടങ്ങളും എല്ലാം ഒരാളുടെ മാസ് എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്ത് ഓടനാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമദേവതയായിട്ടുള്ള ചെട്ടുവളങ്ങര ശ്രീ ഭദ്രകാളി ദേവിയാണ്. ചെട്ടുവളങ്ങര അമ്മയെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കുരുമ്പ അമ്മയുടെ മകളായിട്ടാണ്, ശ്രീ കുരുമ്പ അമ്മയുടെ മകൾ എന്ന രീതിയിലും കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യമാണെന്നും പറയപ്പെടുന്നത്. അപ്പം ദേവിക്കുള്ള ഒരു തിരുമുൽ കാഴ്ച എന്ന രീതിയിലാണ് ഈ കെട്ടുകുതിരകളും ഈ കുഞ്ഞു കുഞ്ഞ് കെട്ടുകാഴ്ചകളും എല്ലാം ഒരുക്കിയേക്കുന്നത്. കണ്ട ഓരോ കെട്ടുകാഴ്ചയുടെ ചുവട്ടിലും ഭഗവതി വന്ന് കെട്ടുകാഴ്ച സമർപ്പിച്ച ഓരോരുത്തർക്കും ഇത് കാണാൻ വരുന്നു. കെട്ടുകാഴ്ച സമർപ്പിച്ചവർക്ക് മാത്രമല്ല, ഈ ഒരു അപൂർവമായിട്ടുള്ള ഈ ഒരു എഴുന്നള്ളത്ത് കാണാൻ സൗഭാഗ്യം ലഭിച്ച എല്ലാവർക്കും, കുഞ്ഞു കുട്ടി മുതൽ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞിട്ടാണ് ഭഗവതി കൊടുങ്ങല്ലൂരേക്ക് പോകുന്നത്. കൊടുങ്ങലിലേക്ക് പോകുന്നതിന് മുമ്പ് ഭഗവതിയുടെ മക്കൾ കണ്ട് ഈ കാണുന്ന അവിടെ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മണ്ണ് ഇടാൻ പോലും സ്ഥലമില്ല. അത്രയ്ക്ക് തിരക്കാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. അമ്പലം ഫുള്ള് ഈ കെട്ടുകാഴ്ചകളും ഭഗവതിയെ കൊടുങ്ങലിലേക്ക് യാത്ര അയക്കാനായിട്ട് വരുന്ന അമ്മയുടെ മക്കളുടെ ആ അമ്മയും ആ മക്കളും തമ്മിലുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. അവിടെ ഒരു നുള്ള് മണ്ണിടാൻ പോലും സ്ഥലം ഉണ്ടാകത്തില്ല. ഈ പറയുന്ന കെട്ടുകാഴ്ചകളെല്ലാം ഇത് ഗ്രൗണ്ടിലെയാണ്, കാഴ്ച കണ്ടത്തിലെയാണ്. അല്ലാതെ ക്ഷേത്ര കോമ്പൗണ്ട് ഫുൾ നിറച്ച് ഓരോ വീട്ടിൽ നിന്നും 13 കരകളാണ് ഉള്ളത് അമ്മയ്ക്ക്, അമ്മയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ആ 13 കരകളിൽ ഓരോ വീട്ടിൽ നിന്നും അമ്മയ്ക്ക് കുഞ്ഞ് ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ തേരു മുതൽ വലിയ കെട്ടുകുതിരവരാണ് അന്നത്തെ ദിവസം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് കാണാം ഓരോ കുതിരച്ചോടിലും അമ്മ ഇങ്ങനെ വന്ന് അനുഗ്രഹം ചൊരിഞ്ഞിട്ടാകുന്ന പോകുന്നത്. എനിക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് വെച്ചാൽ അമ്മയോടൊപ്പം ഇങ്ങനെ നടക്കുക എന്നാണ്. അതുപോലെ തന്നെ കേട്ടാ മാസ് എൻട്രിയാണ് പുള്ളിക്ക്. അടുത്തിടെ ഈ കാണുന്ന ആൾക്കാരും മുഴുവനും അമ്മയെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അമ്പലം ഫുള്ള് ഇതേ രീതി. ഇപ്പോൾ ഇതൊരു സൈഡിലെ കാഴ്ചയാണ്. ഇത് കണ്ട അമ്മ കൊടുങ്ങല്ലൂർ പോകുന്നതിന് മുമ്പ് മക്കളോട് അനുവാദം വാങ്ങി രാത്രി ചോദിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. എല്ലാവരോടും, മേളക്കാരോടും തീവട്ടി പിടിക്കുന്നവരും കൊടക്കാർ, അതുപോലെ ഭക്തജനങ്ങൾ, ക്ഷേത്ര ട്രസ്റ്റ് കമ്മിറ്റി, അതുപോലെ മേൽശാന്തി, തീവട്ടി പിടിക്കുന്നവർ, അമ്പലം ക്ലീൻ ചെയ്യുന്നവർ, ഫുള്ള് എല്ലാ ആൾക്കാരോടും. ഇനി ആ ആലിൻ്റെ ഇപ്പോൾ കാണിച്ച ചെടി കണ്ട ആ വലിയ വൃക്ഷം അത് ആലാണ്. അപ്പം ഈ ആൽച്ചേട്ടിലിരിക്കുന്ന അതിലൊത്തിരി കിളികളൊക്കെ താമസിക്കുന്നുണ്ട്. അവരോടെല്ലാം രാത്രി ചോദിച്ചിട്ടാണ് അമ്മ കൊടുങ്ങല്ലൂരേക്ക് പോകുന്നത്. ഇത് കണ്ട് ഈ കാണുന്ന ആൾക്കാരെല്ലാം അമ്മയുടെ പറവെടുപ്പ് കഴിഞ്ഞിട്ട് അശ്വതി നാളിൽ രാത്രി അമ്മ അമ്പലത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. രാവിലെ പുള്ളി വെളുപ്പാങ്കാലപ്പോഴത്തേക്ക് പറയെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അമ്മയുടെ ആ ഒരു മാസ് എൻട്രിയാണ്. ഈ കാണുന്ന ആൾക്കാരെല്ലാം അമ്മയെ തീവട്ടിയൊക്കെ ആയിട്ട് പറയെടുപ്പ് കഴിഞ്ഞ് എന്ന് വെച്ചാൽ അശ്വതി നാളിൽ പിന്നെ കണ്ണമംഗലം, മേനാമ്പള്ളി എന്ന കരയുടെയൊക്കെ പറയെടുപ്പ് കഴിഞ്ഞിട്ടുള്ള മാസ് എൻട്രിയാണ്. ഇപ്പോൾ ഒരു കുരവയും ബഹളമൊക്കെയാണ്. ഒരു ഒന്നൊന്നര സെലിബ്രിറ്റിയാണ് ഞങ്ങളുടെ നാട്ടിലെ പുള്ളിക്കാരത്തി.